വൈകുന്നേരം ആയപ്പോഴത്തേനും ഏട്ടൻ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് മാഹി വരെ പോവാന്ന് പറഞ്ഞു. ഞങ്ങളത് കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ ചാടിത്തുള്ളി വണ്ടി കയറിയിരുന്നു കേട്ടോ. സന്ധ്യയും ആയി തുടങ്ങി കഴിഞ്ഞത് എവിടുന്ന് ബ്ലോക്ക് വരുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മുടിഞ്ഞ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. മാഹി വരെ പോകാനിരുന്ന നമ്മൾ ലാസ്റ്റ് വടകരയുള്ള ഒരു പമ്പ് കയറി നേരെ ഡീസൽ അടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയാ പോകാന്ന് ആലോചിച്ചിരുന്നു. കുറെ ഇരുന്ന് ചിന്തിച്ചാലോചിച്ചപ്പോഴത്തേനാണ് അബൂക്ക മക്കനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കാന്താരി അൽഫാമും ഒരു പെരിപെരി അൽഫാമും വിത്ത് മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം 2 മിൻലൈമും കൂടെ ഓർഡർ ചെയ്ത് പിന്നെ അത് വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേനും അമ്പാടി ഇത് എല്ലാ പ്ലേറ്റിലോട്ടും സെർവ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ എല്ലാം അച്ചുമോളുടെ വകയാന്ന് പറഞ്ഞ് നേരെ എന്റെ തലയിലേക്ക് ഇട്ട് വന്നു കേട്ടോ. പിന്നെ ഞാനൊന്നും ഭക്ഷണം മിണ്ടാൻ പോയില്ല. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മിൻലൈമായിരുന്നു കേട്ടോ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുടിപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ അമ്പാടിനെ കൊണ്ട്. അവന് ഒരു സിപ്പേ എടുത്തുള്ളൂ, പിന്നെ ഭാഗത്തോട്ട് അവൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി കാത്തിരുന്ന അൽഫാം വിത്ത് മന്തി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് കഴിച്ച എന്റെ കാന്താരി മന്തിയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട. അങ്ങനെ കുത്തിപ്പിടിച്ച് വയർ മറച്ചും കഴിച്ചു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫുഡും കഴിച്ച് ഇറങ്ങാൻ നേരത്താണെങ്കിൽ എനിക്ക് മനസ്സും വയറും നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങാൻ നേരത്താണെങ്കിൽ അമ്പാടി ബഹുബോനെ കണ്ട് പിന്നെ പേടിച്ചു വയർത്ത് നേരെ ഏട്ടൻ എടുത്തു കേട്ടോ. അപ്പൊ ഇത്രയും ബൈ ബൈ.